നമസ്കാരം, ജയ ശ്രീകൃഷ്ണ. ഞാനിപ്പോൾ രാമേശ്വരം അമ്പലത്തിൻ്റെ സമീപത്തായിട്ടുള്ള ശ്രീകൃഷ്ണ പ്രണമി മംഗൾ മന്ദിർ എന്ന് പറയുന്ന ഒരു കൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതിമനോഹരമാണ് കേട്ടോ. ഉള്ളിലുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്, അതിലൊരു റോക്ക് എൻട്രി ഉണ്ട്. സോ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ കൃഷ്ണാവതാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്നും നമ്മളെ പഠിപ്പിക്കുന്നത് എന്നും. അറിയാത്തത്, അതായത് ഭഗവാന്റെ കൃഷ്ണാവതാരത്തെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു ക്ഷേത്രം കാണുമ്പോഴും ആ ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെയുള്ള ഒരു റോക്ക് എൻട്രി ഉണ്ട്. അതിലേക്ക് കയറുന്ന സമയത്ത് എല്ലാം ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലെ ഭഗവാൻ ആടിയ ലീലകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്പലത്തിന്റെ മുൻഭാഗത്ത് തന്നെ ഭഗവാൻ ഗോവർദ്ധന ഗിരിധാരിയായി നിൽക്കുന്ന ഒരു പ്രതിമ അവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അതായത് പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലമാണ് ഇത്. അവിടെ മുഴുവൻ ഗ്ലാസ് കൊണ്ടുള്ള വർക്കുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ് വർക്കുകളിൽ പോലും ഭഗവാന്റെ ചരിതങ്ങളാണ് എല്ലാ ഫോട്ടോസുമാക്കി അവർ പെയിന്റിംഗ് ആക്കിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള റോക്ക് എൻട്രിയാണ് കേട്ടോ. അമ്പലം കോമ്പൗണ്ടിന്റെ അകത്തുള്ള റോക്ക് എൻട്രിയാണ്. ഇവിടെ ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലെ എല്ലാ ലീലകളും ഉണ്ട്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജനനം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കാണുന്നത് കാരാഗ്രഹത്തിൽ ഭഗവാൻ ജനിക്കുന്ന ആ ഒരു രൂപമാണ് കാണുന്നത്. അതിനുശേഷം അതാ വസുദേവര് ഭഗവാനെ ഒരു കൊട്ടയിലെടുത്ത് യമുന വഴിമാറി പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവർ എക്സിബിഷൻ പോലെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതാ ഭഗവാനെ കാണാൻ വേണ്ടി മഹാദേവൻ വരികയാണ്. ഭഗവാന്റെ ആ ബാലരൂപം കാണാൻ വേണ്ടി മഹാദേവൻ വരുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷം അതാ ഭഗവാന്റെ ആ ഒരു ലീലാവിലാസങ്ങൾ, അതാ പാല് കുടിക്കുന്നതും, അതായത് എല്ലാ ക്രീഡകളാണ് എല്ലാം കാണിച്ചു തരുന്നത് ആ ഒരു റോക്ക് എൻട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം നമുക്ക് കാണാം ഭഗവാനെ യശോദാമ്മ തല്ലുന്നത്, അതായത് വെണ്ണ കട്ട് തിന്നുന്നതിന് യശോദാമ്മ തല്ലു കൊടുക്കുകയാണ്, നല്ല വികൃതി കാണിക്കുന്നതിന് തല്ലു കൊടുക്കുന്നത്. പിന്നെ ഭയങ്കര പ്രധാനമായിട്ടുള്ള കാളിയമർദ്ദനം അതുമുണ്ട്. അതും അവർ മിസ് ചെയ്യാതെ അവർ കൊടുത്തിട്ടുണ്ട് അവിടെ. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര മനോഹരമാണ് നേരിട്ട് കാണാൻ. പിന്നെ മീരാഭായി, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായ മീരാഭായിയെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൂർദാസിനെയും കാണിച്ചിട്ടുണ്ട്. സൂർദാസിൻ്റെ ആ ഒരു അടുത്ത് ഭഗവാൻ ഇരിക്കുന്നത് പോലെ നമുക്ക് സൂർദാസിനെയും കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ശ്രീരാമനും അതേപോലെ തന്നെ സീതാദേവിയും എല്ലാ ആൾക്കാർക്ക് ജനങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപമായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു കാര്യം നമ്മൾ അടുത്ത് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ പോയി നമ്മൾ കാണുമ്പോൾ അത് മനോഹരമായിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയുണ്ട്. അതിനുശേഷം അതാ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള രാസക്രീഡയാണ്, രാസലീല ആടുന്ന ഭഗവാന്റെ ആ ഒരു രൂപമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ അതിമനോഹരമായിട്ടുണ്ട്. അതിനുശേഷം ഒട്ടും മറക്കാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് ഭഗവാന്റെ മിത്രമായ സുധാമാവ് ദ്വാരകയിലേക്ക് വരുമ്പോൾ ഭഗവാൻ അത്രയും സ്നേഹത്തോടു കൂടി പരിചരിക്കുകയാണ് സുധാമാവിനെ. ആ ഒരു രംഗം ഭയങ്കര മനോഹരമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ എന്തായാലും കാണണം. അതിനേക്കാളുപരി അതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് ദ്രൗപദിയുടെ വസ്ത്രാഹരണത്തിൻ്റെ ആ ഒരു ഭാഗം. അവിടെ ഭഗവാൻ കനിഞ്ഞ് നൽകുകയാണ് ദ്രൗപദിക്ക് വസ്ത്രം. അപ്പോൾ ആ ഒരു ഭാഗവും അവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ ഉള്ള ആ ഒരു പാലാഴിയിലുള്ളൊരു കടത്തം, അതെന്തൊരു മനോഹരമായിട്ടാണ് അവിടെ അവർ ചെയ്തിരിക്കുന്നത്. നോക്കൂ, നന്നായിട്ടുണ്ട്. അതും ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ. അതിനുശേഷം ഭഗവാന്റെ ഏറ്റവും മനോഹരമായ വിശ്വരൂപ ദർശനം വരെ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമാണ് വിശ്വരൂപ ദർശനം. പാർത്ഥസാരഥി ആയിട്ടുള്ള രൂപത്തിൽ വരുന്ന ഒരു വലിയൊരു കാര്യമാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. പാർത്ഥസാരഥി ഉണ്ട്. അതിനുശേഷം അതാ ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള, അതായത് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഭഗവാൻ നിൽക്കുന്ന ഒരു രൂപമാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ രാമേശ്വരം വരുമ്പോൾ എല്ലാവരും ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ വളരെയധികം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തത് കേട്ടോ. എല്ലാവരും ഈ ഒരു അമ്പലം വന്ന് കാണാനായിട്ട് ശ്രമിക്കുക.